ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഓയിൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് അലോവേരയും കോക്കനട്ട് ഓയിലും കൂടെ വെച്ചിട്ട് ഉള്ളൊരു ഓയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മുടി നല്ല തഴച്ച് നല്ല നീളമായിട്ട് വളരാനും പെട്ടെന്ന് നീളം വയ്ക്കാനുള്ളൊരു ഓയിലാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഓയിലാണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്ന ഒരു ഓയിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കാനുള്ള കറ്റാർ വാഴ മുറിച്ചെടുക്കാം. ഞാനിവിടെ എൻ്റെ ബാൽക്കണിയിൽ നട്ടിട്ടുള്ള അലോവേരയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിനാവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മഞ്ഞ കളറിലുള്ള ഒരു സാധനം വരും. അത് പോയിസണാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കുത്തനെ ചാരി വെച്ചിരുന്നാൽ അതങ്ങ് പോവും. അപ്പോൾ അത് ഫുള്ളായിട്ട് പോകണം. അതിന് വേണ്ടി ഒരു 5-10 മിനിറ്റോളം അങ്ങനെ വെച്ചിരുന്നു. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള പൊടിയും ഒക്കെ പോയിട്ടുണ്ട്. ആ മഞ്ഞ കളറിലുള്ള ആ ഒരു സാധനം അതും ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ സൈഡിലുള്ള ആ മുള്ള് പോലുള്ള സാധനം ഫുള്ളായിട്ടത് എടുത്ത് കളയാം. അതിനുശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് വയ്ക്കാം. ചെറുതായിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. വലിയ കട്ടകളായിട്ടൊന്നും കിടക്കത്തില്ല. പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നത്. ഇപ്പം ഞാനതും ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സിയിലെ ജാറിലേക്ക് ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. കട്ടകൾ മാക്സിമം ഇല്ലാതെ അരച്ചെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. അങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അലോവേരയെക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് എണ്ണ എടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന ആട്ടിയ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് നമുക്ക് ഈ അലോവേര അരച്ച് വെച്ചേക്കുന്നത് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതിൽ ചെറിയ ചെറിയ പൊടികൾ പോലെയാണുള്ളത്. ഇപ്പോൾ ചെറിയൊരു കളറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നല്ല പതയായിട്ട് പതഞ്ഞ് പൊങ്ങുന്നുണ്ട്. നല്ല പോലെ അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം മാറണ വരെ നന്നായിട്ട് പതഞ്ഞിട്ടേ ഇരിക്കും. ഇപ്പോൾ അതിലുള്ള പതകളൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. പതയെല്ലാം മാറി ഇപ്പോൾ ആ അലോവേര എല്ലാം മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം മാറുമ്പോഴാണ് അത് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. അത് മൂത്ത് വരുമ്പോഴാണ്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് മൂത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ അത് പൊട്ടണ പോലെ ടപ്പടപ്പേന്നൊരു സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത്
നിൽക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പത കാണും, പത കൂടി നിൽക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ പൊടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത് പൊടിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് പരുവം. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് ഞാനതെങ്ങനെയാണ് തേക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. ഞാനിവിടെ എൻ്റെ മുകളിൽ തലയിൽ തേച്ചാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ മുടി നന്നായിട്ടൊന്ന് ഉടക്കൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ചീകിയിടണം. അതിനുശേഷം നമുക്ക് ഈ എണ്ണ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇതുപോലെ വവരെടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും കുറേശ്ശെയായിട്ട് തേച്ച് കൊടുക്കണം. ഇങ്ങനെ മുടി വകന്ന് മാറ്റിയതിന് ശേഷം ആ ഭാഗങ്ങളിൽ തേച്ച് പോയാൽ മതി. ഫുള്ള് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളത് തേച്ച് വയ്ക്കാം. ഞാനിപ്പോൾ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മുടിയിൽ അടിയിലൂടെ കൈ വെച്ചിട്ട് വിരൽ കൊണ്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5-10 മിനിറ്റോളം മസാജ് ചെയ്യാം. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് തേക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മുടി പെട്ടെന്ന് നീളം വയ്ക്കും. നല്ല തണുപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണം. സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറും. പിന്നെ ഈ താരൻ ഉണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ മാറും. അതിനുശേഷം നമുക്ക് മുടി നന്നായിട്ടൊന്ന് ചീപ്പിയിട്ടു.